മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട ഒരു തലച്ചോറാണ് ഇവർക്കെന്ന് പറയാൻ കാര്യം. ഇവര് ഇപ്പൊ മുട്ട വിരിഞ്ഞതിന് ശേഷം എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ പോലും ഇവർക്കെന്നെ തിരിച്ചറിയാനോ ഇവർക്കെന്നെ മനസ്സിലാക്കാനോ എന്നുള്ള ഒരു ശേഷി ഇവരുടെ തലച്ചോറിന് കൂടുതലേ. വേറെ എന്താണെങ്കിലും അവർക്കൊരു പോയിന്റ് മനസ്സിലാവും. ഒരു അധ്വാനം ഇല്ലാണ്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്ന നമ്മളിൽ നിന്നാണ്. പക്ഷെ അപ്പോൾ അതിൻ്റെ ഒരു അടുപ്പം നമ്മളോട് അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നേരെ മറിച്ച് ഇവരുടെ കാര്യത്തിൽ ആ ശേഷി ഇല്ലാതെ പോകും. അതുപോലെ തന്നെ ഇവരെ മുട്ടയിട്ടതിന് ശേഷം തള്ള ഒരു വഴിക്ക് പോവുകയും കുഞ്ഞുങ്ങൾ സ്വയം ഇര പിടിക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവരുടെ പ്രകൃതിയിലേക്ക് തിരിച്ചു വിടുമ്പോൾ അവരാരും ഒന്നും പഠിപ്പിക്കാതെ തന്നെ അവർക്ക് ഇര തേടാൻ വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞാലും അവർ സ്വയം ഇര തേടാനായോ എന്ന് മാത്രമായിരിക്കും നമ്മുടെ ഒരു ചിന്ത. ആ ഒരു ചിന്തയിലുള്ളൊരു കരുതലായിരിക്കാം നമുക്ക് അതിനെ റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം. ഇതുവരെ പറഞ്ഞത് ഒരു മൃഗത്തിന് നമ്മളെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ സൂക്ഷ്മമായിട്ടും നമ്മുടെ സ്വഭാവത്തിലുള്ളൊരു ചെറിയ മാറ്റം പോലും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള വേറൊരു കൂട്ടരുണ്ട്. നായയുടെ സീമകളില്ലാത്ത സ്നേഹത്തെ കുറിച്ചുകൊണ്ടായിരിക്കണം ഇവരുടെ പേരിലും പട്ടി കടന്നു വന്നത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവർ പട്ടി തന്നെയാണ്. ഇതാണ് നമ്മൾ മരപ്പെട്ടി, കല്ലുണ്ണി, പഴവുണ്ണി എന്നൊക്കെ പറയുന്നത്. ഈ പഴവുണ്ണി എന്ന് പറയുന്നത് കൂടുതൽ പഴം കഴിക്കണോണ്ടാണ്. പക്ഷെ ഇത് പഴം മാത്രമല്ല, അതുപോലെ ഇറച്ചിയൊക്കെ നല്ലപോലെ കഴിക്കും. പിന്നെ ഒറ്റ പ്രസവത്തിൽ ഇവർക്ക് 4-5 കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ എണ്ണം ഇത്രയും താഴെ വരാൻ കാര്യം ഇവർ നാടൻ കള്ളുഷാപ്പുകളിലേക്കൊക്കെ എടുക്കണതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ മേൽക്കൂരകളിൽ ഇവർ താമസിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ പലർക്കും അസ്വസ്ഥതയാണ്. എൻ്റെ ഒരു വീക്ഷണത്തിൽ നമുക്കൊരു ഉപദ്രവം തരാത്തോടത്തോളം ഇവരായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കണമെന്നും ഇതുപോലെ ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് ഇവർക്കൊക്കെ ഒരു സംരക്ഷണം കൊടുക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ എല്ലാം ഒരു ഉദ്ദേശം. പല ജീവികളും ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടപ്പെടാണെങ്കിൽ കുറച്ച് മൃഗങ്ങളുണ്ട് വിശ്വാസം കാരണം വേട്ടയാടപ്പെടും. ഈ മലമ്പുള്ളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവം മാത്രം കാണുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു ബേർഡാണ്. ഞാൻ തന്നെ ഇതിനു മുമ്പ് 1-2 തവണ മാത്രം കണ്ട് ഇതിനെ മുൻകൂടെ കണ്ടിട്ടുള്ളൂ. അത്രയും റെയറാണ് സത്യം പറഞ്ഞ ഇവര്. പണ്ട് പറഞ്ഞു കേൾക്കാറുണ്ട് പേടിപ്പെടുത്തുന്ന കണ്ണുകളും അസാധാരണ നീളമുള്ള വാലും ഭയം തോന്നിക്കുന്ന കൊമ്പുകളും അങ്ങനെ ഒരു പുള്ള് മലയിറങ്ങതിനെ പറ്റി. സന്ധ്യാസ്തമയങ്ങളിൽ അടിവാരങ്ങളിലേക്ക് മലയിറങ്ങുന്ന ഒരു പുള്ള്, അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുകളിലൂടെ സഞ്ചരിച്ച് അവർക്ക് ജനിക്കുന്ന കുട്ടികൾ ഒരു ചുരുണ്ടു പോവുകയും അല്ലെങ്കിൽ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വാസം. കാലം കൊണ്ട് പ്രകൃതി നേടി കൊടുത്ത ഇങ്ങനത്തെ പല സവിശേഷതകളും പലരും വർണ്ണിച്ചും വ്യാഖ്യാനിച്ചും മറ്റൊരു തരത്തിലോട്ട് എത്തിപ്പെടുകയാണ്. ക്ഷണനേരം കൊണ്ട് ഇരക്ക് മുകളിലേക്ക് പറന്നു വീരാനും ഒക്കെ സഹായിക്കുന്ന, അവരുടെ ഫ്ലൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ ഉപകാരപ്പെടുത്തുന്ന അവരുടെ ഈ നീളമുള്ള വാല് പറഞ്ഞു പൊലിപ്പിച്ച് അതിനെ ഭീകര സംഭവമാക്കി മാറ്റുക. പിന്നെ ഈ കൊമ്പെന്ന് പറയുന്നത് ഇവരുടെ ക്രസ്റ്റാണ്. ഈ ക്രസ്റ്റുള്ള ജീവികൾ, പല ജീവികളും ക്രസ്റ്റ് ഉള്ളത്. ഇവിടെ മയില്, പിന്നെ ക്രസ്റ്റഡ് ഈകള്, ഇവർക്കൊക്കെ ക്രസ്റ്റ് ഉണ്ട്. അതാണ് അവർക്ക് കൂടുതൽ ഈ ഭംഗി കൊടുക്കുന്നത്. ഈ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള പല വലിയ ജീവികളെ ഈ കാക്ക പോലുള്ള മറ്റു ജീവികൾ വന്നിട്ട് ആക്രമിച്ച് അവരുടെ പ്രകൃതി വിഭവങ്ങൾ അവർ സ്വയം സംരക്ഷിക്കുന്ന ഒരു ഫിനോമിനയാണ് ഈ മോബിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രിഡേറ്റേഴ്സിന്റെ സമീപനം കൊണ്ട് ശരിക്കും അവരുടെ തന്നെ ഈ കാക്കകളുടെയും മറ്റും ഇരയും അവരുടെ പ്രകൃതിയിലുള്ള അവരുടെ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അവര് കുറയും എന്നുള്ളൊരു പേടി കൊണ്ടാണ് അവര് ഈ ഇതേപോലുള്ള പ്രിഡേറ്റേഴ്സിനെ അവർ നിയന്ത്രിച്ചു വരുന്നത്. ശരിക്കും ഇവിടുത്തെ ബ്രാഹ്മണി കൈറ്റിനെയും അതേപോലുള്ള പല പ്രിഡേറ്റേഴ്സിന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവർ ഈ ജുവനൈസ് സ്റ്റേജിലാണ് ഇതിനെ ആക്രമിക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഒരു മെച്യൂർ ആയി കഴിഞ്ഞാൽ അവർക്ക് ആക്രമിക്കാൻ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ജുവനൈൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രിഡേറ്റേഴ്സിനെയും ഇത് കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കും. ഏറ്റവും ഭംഗി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ക്രസ്റ്റ് ആണ്. ഇത് മെച്യൂർ ആവും തോറും അതിന്റെ ക്രസ്റ്റ് വ്യക്തമായിട്ട് വരും.